കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ മോശമായിട്ട് വരികയായിരുന്നു. ട്രംപ് ഇന്ത്യയെ വാണിജ്യ രംഗത്ത് ഒരു ശത്രുവായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടുക എന്നുള്ളതാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇറാനിലെ യുദ്ധം വലിയ തോതിലൊരു പ്രതിസന്ധിയിലേക്ക് അമേരിക്കയെ നയിച്ചതിന് ശേഷം ചൈനയുമായും ഇന്ത്യയുമായും ഉള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം പല കാരണങ്ങളാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ മോശമായിട്ട് വരികയായിരുന്നു. 2016-2020 കാലത്ത് മോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുണ്ടായിരുന്ന അമിത സൗഹൃദം ആപത്തിലാണ് കലാശിച്ചത്. കാരണം അന്ന് അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ ന്യൂയോർക്കിലും ഇന്ത്യയിൽ അഹമ്മദാബാദിലും വലിയ മഹാസമ്മേളനങ്ങൾ നടത്തി. ട്രംപിൻ്റെ ജനവിരുദ്ധ അജണ്ടകൾക്ക് ഇന്ത്യ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചു. അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ വോട്ട് ട്രംപിൻ്റെ പാർട്ടിക്ക് സംഘടിപ്പിച്ചു കൊടുക്കാനായിട്ട് മോദി അവിടെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടത്തി. അങ്ങനെ ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം നടത്തുന്ന പ്രചണ്ഡമായിട്ടുള്ള ഒരു ജാഥ പോലെ, പ്രചാരണ പ്രവർത്തനം പോലെ അമേരിക്കയിലും തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം അത്യുത്സാഹത്തോടുകൂടി പ്രവർത്തിച്ചു. പക്ഷേ പിന്നീട് 2024 വീണ്ടും ട്രംപ് വന്നതിന് ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെയേറെ മോശമായി. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നത് ട്രംപ് ഇന്ത്യയെ വാണിജ്യ രംഗത്ത് ഒരു ശത്രുവായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ ആക്ഷേപമായത് വന്നത്. ഇന്ത്യ അമേരിക്കയിലേക്ക് ധാരാളം കയറ്റുമതി ചെയ്യുന്നു, എന്നാൽ തത്തുല്യമായിട്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ സാധനങ്ങൾ വാങ്ങുന്നില്ല. അങ്ങനെ അമേരിക്കക്കാരെ ചൂഷണം ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒക്ടോബറിലെ ഈ പകരച്ചുങ്ക സംവിധാനത്തിൽ ഇന്ത്യയെ 1-ാം നമ്പർ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ചുങ്കം നിരക്ക് പ്രഖ്യാപിച്ചത്. പല ഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയുടെ ചുങ്കം 50% അദ്ദേഹം ഉയർത്തി. അത് പിന്നീട് അമേരിക്കൻ കോൺഗ്രസും അമേരിക്കൻ സുപ്രീം കോടതിയും ഇടപെട്ട് താഴോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ പകരച്ചുങ്കത്തെക്കുറിച്ച് ആരും പറയാറില്ല. അമേരിക്കയുടെ ഈ വാണിജ്യ രംഗത്തുള്ള ഈ പിന്നോക്കം പോക്കിനെക്കുറിച്ച് ആരും പരാതി പറയുന്നില്ല. ബാലൻസ് ഓഫ് ട്രേഡിൽ അമേരിക്കക്കെതിരായിട്ട് ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ വമ്പിച്ച് നേട്ടമുണ്ടാക്കി എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. മാത്രമല്ല, അമേരിക്ക സമീപകാലത്ത് തങ്ങളുടെ നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ തിരിച്ചുപിടിക്കാനായിട്ട് മറ്റു പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇറാനിലെ യുദ്ധം വലിയ തോതിലൊരു പ്രതിസന്ധിയിലേക്ക് അമേരിക്കയെ നയിച്ചതിന് ശേഷം ചൈനയുമായും ഇന്ത്യയുമായും ഉള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ചൈനയിൽ പോയി ഷീ ജിൻപിങ് അടക്കമുള്ള അമേരിക്കൻ ചൈനീസ് നേതാക്കളുമായി സംസാരിച്ചു. അമേരിക്കയും ചൈനയും തമ്മിൽ സാമ്പത്തിക മേഖലയിൽ നിരവധി കരാറുകൾ ഒപ്പുവെച്ചു. അന്താരാഷ്ട്ര വാണിജ്യ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് കടലിലൂടെയുള്ള വാണിജ്യ ബന്ധങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ, അതിൻ്റെ പ്രതിസന്ധികൾ അത് മാറ്റാനായിട്ട് ചൈനയും അമേരിക്കയും ഒന്നിച്ച് പ്രവർത്തിക്കും എന്ന് ഇരുകൂട്ടരും പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ സമീപകാലത്തുണ്ടായിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ചൈനയുടെ സഹായം യഥാർത്ഥത്തിൽ തേടിക്കൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിലെത്തിയത്. കാരണം ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി വന്നതോടുകൂടി ആഗോള രംഗത്ത് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി, വിലക്കയറ്റം കുതിച്ചു കയറി. ഇത് അമേരിക്കയിൽ ട്രംപിൻ്റെ അനുയായികൾക്കിടയിൽ പോലും കടുത്ത രോഷമുണ്ടാക്കി. അതുകൊണ്ട് അത് പരിഹരിക്കുക എന്നതിൽ ചൈനയുടെ സഹായം തേടിയാണ് പ്രധാനമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിലെത്തിയത്. ചൈന അവർക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പാകിസ്ഥാൻ വഴി നടത്തിയിരിക്കുന്ന ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മാർക്കോ റൂബിയോ ഇന്ത്യയിൽ വെച്ച് പ്രഖ്യാപിച്ചത്
അമേരിക്കയും ഇറാനും തമ്മിലുള്ള പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചില ശുഭവാർത്തകൾ വരും എന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടുക എന്നുള്ളതാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളെ പിണക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് അമേരിക്കക്കറിയാം. കാരണം ഇറാനുമായിട്ട് ദീർഘകാല ബന്ധങ്ങളുള്ള രാജ്യങ്ങളാണ് റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ. ഇറാനുമായിട്ട് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ ആപൽക്കരമായ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് ഇപ്പോൾ അമേരിക്കൻ അധികൃതർക്കും ബോധ്യമായിട്ടുണ്ട്. വീണ്ടും യുദ്ധം നടത്തും, വേണ്ടി വന്നാൽ അവരെ തകർത്ത് കളയും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 3 മാസത്തെ യുദ്ധാനുഭവങ്ങൾ അമേരിക്കയെ പഠിപ്പിച്ചത് അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലെ ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ നേരിട്ട് വലിയ ഏറ്റുമുട്ടൽ നടത്താൻ ശേഷി ഇല്ല എന്നുള്ളതാണ്. കാരണം വളരെയേറെ ദൂരെ നിന്ന് ആയുധങ്ങളും പടയാളികളെയും എത്തിച്ചുകൊണ്ട് യുദ്ധം നടത്താൻ കഴിയില്ല. ചൈനയുടെ കാര്യത്തിലും ട്രംപ് കൃത്യമായി തുറന്നു പറഞ്ഞത് തൈവാനും അമേരിക്കയും തമ്മിലൊരു സംഘർഷമുണ്ടായാൽ 9500 മൈൽ ദൂരെ നിന്ന് ആയുധങ്ങളും പട്ടാളക്കാരെയും കടത്തി ഇവിടെ യുദ്ധം ചെയ്യാനുള്ള ഒരു താല്പര്യം അമേരിക്കയ്ക്കില്ല എന്നത്. 9000-നേക്കാൾ കുറച്ച് കുറവാണെങ്കിൽ പോലും പശ്ചിമേഷ്യയും അമേരിക്കയെ സംബന്ധിച്ച് വളരെ വിദൂരമായ പ്രദേശമാണ്. അപ്പം അതുകൊണ്ട് അവിടെയുള്ള തർക്കങ്ങളിൽ നിന്ന് തങ്ങളുടെ തടി ഊരുക എന്നതാണ് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കുറേ കാലങ്ങളായിട്ട് മോശമായിരുന്ന ബന്ധങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം അമേരിക്കൻ അധികൃതർ ഇന്ത്യയുമായി നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ഷണം ഇന്ത്യ സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ മാർക്കോ റൂബിയോയും ജയശങ്കർ, ഇന്ത്യൻ വിദേശകാര്യ ജയശങ്കറും തമ്മിലുള്ള ചർച്ചകളിൽ പ്രധാനമായിട്ട് ഊന്നിയിരിക്കുന്നത് ഈ പറയുന്ന ഹോർമസ് കടലിടുക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ അൺഇൻറ്ററപ്റ്റഡ് ആയുള്ള തടസ്സങ്ങളില്ലാത്ത വാണിജ്യം എന്നത് ഇരു രാജ്യങ്ങളുടെയും ലോകത്തിൻ്റെ തന്നെയും പൊതു താല്പര്യമാണ് എന്ന് രണ്ടു കൂട്ടരും പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിൽ നിന്ന് സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരാനുള്ള നീക്കങ്ങളിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ തേടിയാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ വന്നിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങളിലൊന്ന് അടുത്ത 5 വർഷത്തിനകം അമേരിക്കയിൽ നിന്നും ഇന്ത്യ $500 ബില്യൺ സാധനങ്ങൾ വാങ്ങും എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. $500 ബില്യൺ എന്ന് പറയുമ്പോൾ ഓരോ വർഷവും $100 ബില്യൺ ചരക്കുകൾ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം. ഇപ്പോൾ ഉള്ള കണക്ക് പ്രകാരം $50 ബില്യൺ സാധനങ്ങളാണ്, ചരക്കുകളാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഹൈ ടെക്നോളജി മേഖലയിലുള്ള ചിപ്പുകൾ, അതുപോലെ കമ്പ്യൂട്ടർ ടെക്നോളജി തുടങ്ങിയ സംഗതികളാണ് പ്രധാനമായിട്ടും ഇന്ത്യ വാങ്ങുന്നത്. അതിന് പുറമെ ആയുധങ്ങൾ ഇന്ത്യ വാങ്ങുന്നുണ്ട്. അത്തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്ത്യക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പ്രത്യേകിച്ചും. പിന്നെ കൺസ്യൂമർ പ്രോഡക്ട്സിൽ പ്രത്യേകിച്ച് ലക്ഷറി സാധനങ്ങൾ ഒക്കെയാണ് പ്രധാനമായിട്ട് വാങ്ങുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ആവശ്യപ്പെടുന്നത് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സോയാബീൻ, ഗോതമ്പ്, കാർഷിക വിഭവങ്ങൾ, അങ്ങനെ ഡയറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ ഇന്ത്യ വാങ്ങണം എന്നാണ്. ഇന്ത്യയിലേക്ക് ഈ തരം സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യ അത് ഇറക്കുമതി ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവും. അമേരിക്കൻ സാധനങ്ങൾ ഇവിടെ ഡംപ് ചെയ്യുകയാണ്, ഇവിടെ മാർക്കറ്റിൽ കുത്തി നിറയ്ക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഉൽപ്പാദകരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ത്യ വഴങ്ങുക, എങ്ങനെയാണ് അതിനെ ഇന്ത്യൻ കർഷക സമൂഹം നേരിടുക എന്ന പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. അമേരിക്കയ്ക്ക് താല്പര്യം ശാസ്ത്ര സാങ്കേതിക സാധനങ്ങൾ വിൽക്കാൻ അവർക്ക് വേറെയും മാർക്കറ്റുകളുണ്ട്. പക്ഷേ അവരുടെ ഈ കാർഷികോൽപ്പന്നങ്ങൾ, ഡയറി ഉൽപ്പന്നങ്ങൾ, സോയാബീൻ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഇന്ത്യയെപ്പോലെ വിപുലമായിട്ടുള്ള ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഇറക്കുമതി അങ്ങോട്ട് തള്ളിവിടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അത് സാധിക്കണമെങ്കിൽ ഇന്ത്യൻ കർഷകരെ വലിയ തോതിൽ ഉപദ്രവിക്കേണ്ടതായിട്ട് വരും. ഇന്ത്യയിൽ പൊതുവിൽ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് കാർഷിക മേഖല വലിയ അസംതൃപ്തിയിലാണ്. ആ അസംതൃപ്തി വർദ്ധിപ്പിക്കുന്ന, കർഷകരെ വീണ്ടും തെരുവിലിറക്കുന്ന തീരുമാനങ്ങളാണോ ഈ പുതിയ ചർച്ചയിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ സ്വീകരിച്ചത് എന്ന കാര്യം നമുക്ക് അറിയില്ല. പക്ഷേ തീർച്ചയായും അത്തരത്തിലുള്ള സൂചനകളാണ് ഈ വൻതോതിലുള്ള ഇറക്കുമതി അമേരിക്കയിൽ നിന്നും ചെയ്യും എന്നുള്ള ഇന്ത്യയുടെ ഉറപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.